എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 10ാം ക്ലാസ് ബയോളജിയുടെ 5ാമത്തെ ചാപ്റ്ററായ സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസ് അഥവാ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസ്, നമ്മുടെ ശരീരത്തിനകത്തുള്ള സോൾജിയേഴ്സ്. പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ശരിക്കും നമ്മുടെ ശരീരത്തിന് ഉള്ളിലുള്ള കാവൽക്കാർ എന്ന് പറയുന്നത് ശ്വേതരക്താണുക്കൾ തന്നെയാണ്. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാം. അപ്പം പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിച്ചിരിക്കുന്നൊരു ചിത്രം നമുക്ക് കാണാം. അപ്പം അതിനകത്ത് കാണിച്ചിരിക്കുന്ന ആൾക്കാർ എന്ത് ധരിച്ചിട്ടുണ്ട്? മാസ്ക് ധരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഒരു നിപ്പ വൈറസ് പടർന്ന് പിടിച്ച ആ ഒരു പശ്ചാത്തലത്തിൽ ആളുകൾ മാസ്ക് ഉപയോഗിക്കാൻ ശീലിച്ചതാണ്. അപ്പോൾ എന്നാൽ ഇപ്പോൾ അതിനേക്കാളും മാരകമായ ഒരു വൈറസിൻ്റെ ഭീതിയിലാണ് നമ്മളല്ലേ. ഇപ്പോൾ കൊറോണ വൈറസ് എന്ന സൂക്ഷ്മാണുവിന് കാരണമായ COVID-19 എന്ന മഹാമാരിയുടെ പിടിയിലാണ് നമ്മുടെ ഈ ലോകം അല്ലേ. അപ്പം മാസ്ക് സാധാരണയായി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സംരക്ഷണം കിട്ടാറുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തു നിന്നുള്ള പൊടിപടലങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാനും പിന്നെ ഒരു പ്രിക്കോഷൻ അല്ലേ, ഒരു പ്രിവെൻഷൻ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ മാസ്ക് ഒന്നും തന്നെ ഇല്ലാതെ ശരീരത്തിൽ നാച്ചുറലായിട്ട് തന്നെ ഒരു ബാഹ്യാവരണമുണ്ട്. അപ്പം ആ ബാഹ്യാവരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബാഹ്യാവരണം എന്ന് പറയുന്നത് ത്വക്കാണ്, സ്കിന്നാണ്. അപ്പം ഇതുപോലെ തന്നെ ആന്തരികമായിട്ട് ശ്ലേഷ്മാവരണം, പിന്നെ അതുപോലെ കുറേ സ്രവങ്ങളുണ്ട്, അതായത് കണ്ണുനീര്, ഉമിനീര്, അങ്ങനെ പിന്നെ രക്തത്തിലെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ഡിഫെൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് പാത്തോജൻസ് ആൻഡ് ടു ഡിസ്ട്രോയ് ദോസ് ദാറ്റ് ഹാവ് ഓൾറെഡി എൻറ്റേർഡ് ദ ബോഡി. നമ്മുടെ ശരീരത്തിനകത്ത് രോഗാണുക്കളുടെ പ്രവേശനം തടയാനും അഥവാ ശരീരത്തിനകത്ത് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവയെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ നശിപ്പിക്കാനൊക്കെയുള്ളൊരു കഴിവാണ് പ്രതിരോധശേഷി, അതായത് ബോഡി ഡിഫെൻസ് എന്നൊക്കെ നമുക്ക് പറയാം. വിവിധ തരത്തിലുള്ള ഡിഫെൻസ് മെക്കാനിസം നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. നമുക്ക് ഒരു ചിത്രത്തിൽ കൂടി കാണാവുന്നതാണ് ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ്, ബോഡി ഫ്ലൂയിഡ്സ്. അപ്പോൾ ഈ ഡിഫെൻസ് മെക്കാനിസംസ് ഇൻ അവർ ബോഡി, നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രതിരോധ സംവിധാനങ്ങളെ നമുക്ക് പ്രധാനമായും 3ആയിട്ട് തരം തിരിക്കാം. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ശരീര ആവരണങ്ങൾ, അതായത് ബോഡി കവറിങ്സ്. ബോഡി കവറിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ത്വക്ക്, ശ്ലേഷ്മസ്തരം, അതായത് സ്കിന്ന്, മ്യൂക്കസ് മെംബ്രെയിൻ, അങ്ങനെയൊക്കെ വരും. ദെൻ ശരീരസ്രവങ്ങൾ, അതായത് ബോഡി സെക്രീഷൻസ്. ദെൻ ബോഡി ഫ്ലൂയിഡ്സ്, ശരീരദ്രവങ്ങൾ. അപ്പം ശരീര ആവരണങ്ങൾ, ശരീരസ്രവങ്ങൾ, ശരീരദ്രവങ്ങൾ, ബോഡി കവറിങ്സ്, ബോഡി സെക്രീഷൻസ്, ബോഡി ഫ്ലൂയിഡ്സ്. ബോഡി കവറിങ്സ് എന്ന് പറയുമ്പോൾ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ, ത്വക്കും ശ്ലേഷ്മസ്തരവും. ബോഡി സെക്രീഷൻസ് എന്ന് പറയുമ്പം നമ്മുടെ കണ്ണുനീർ, ടിയേഴ്സ്, ഉമിനീർ, സലൈവ, ശ്ലേഷ്മം, മ്യൂക്കസ്, കർണമെഴുക്, ഇയർ വാക്സ്, പിന്നെ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ദെൻ ലൈസോസൈം. ഇവയാണ് ബോഡി സെക്രീഷൻസ്. ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ശരീരദ്രവങ്ങൾ എന്ന് പറയുമ്പോൾ രക്തവും ലിംഫും, അതാണ് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഓരോന്നും നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രതിരോധ സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്നതെന്നൊക്കെയാണ് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കിന്നാണ്. പാഠപുസ്തകത്തിനകത്ത് ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ നോക്കി, നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് ആ കാണിച്ചിരിക്കുന്നത്. അതിൽ എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് എന്ന് വെച്ചാൽ എപ്പിഡെർമിസ് എന്ന് വെച്ചാൽ എ പ്രോട്ടീൻ കാൾഡ് കെരാറ്റിൻ പ്രസൻറ്റ് ഹിയർ പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ജേംസ്. ഇതിൽ കാണപ്പെടുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ രോഗാണുക്കളെ തടയുന്നു. അപ്പം പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന കവറിങ്ങാണ് എപ്പിഡെർമിസ്. ഇതിൽ കാണപ്പെടുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ രോഗാണുക്കളെ തടയുന്നു. എ പ്രോട്ടീൻ കെരാറ്റിൻ പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ജേംസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചില ഗ്രന്ഥികളൊക്കെ ഉണ്ട്. അതിൽ സെബേഷ്യസ് ഗ്രന്ഥി അഥവാ സെബേഷ്യസ് ഗ്ലാൻഡ്. സെബം പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്ലാൻഡ് മേക്സ് ദ സ്കിൻ ഓയിലി ആൻഡ് വാട്ടർ പ്രൂഫ്. ഈ സെബേഷ്യസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന സെബം ത്വക്കിന് എണ്ണമയമുള്ളതും വെള്ളം പിടിക്കാത്തതും ആക്കുന്നു. ഓക്കെ, ദെൻ തേർഡ് വൺ ഈ സ്വെറ്റ് ഗ്ലാൻഡ്.
സ്വേദഗ്രന്ഥി. അപ്പം വിയർപ്പിലെ അണുനാശിനികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ഡിസിൻഫെക്റ്റൻസ് പ്രസൻറ്റ് ഇൻ ദ സ്വെറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഗ്ലാൻഡ് ഡിസ്ട്രോയ്സ് ദ ജേംസിനെ നശിപ്പിക്കുന്നു. ത്വക്കിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ എപ്പിഡെർമിസിലെ കെരാറ്റിൻ എന്ന പ്രോട്ടീൻ, സെബേഷ്യസ് ഗ്രന്ഥിയിലെ സെബം, സ്വേദഗ്രന്ഥി അതായത് സ്വെറ്റ് ഗ്ലാൻഡിലെ വിയർപ്പിൻ്റെ അണുനാശിനികൾ എന്നിവ ഒരു കവചമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ സ്കിന്നിൻ്റെ കാര്യം പറയുന്നത്. മൂവിങ് ടു ദ സെക്കൻഡ് കവറിങ് എന്ന് പറയുന്നത് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. മ്യൂക്കസ് മെംബ്രെയിൻ. അപ്പം ഇറ്റ് ഈസ് ദ അനദർ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദ ബോഡി പാർട്ട്. ഇത് മറ്റൊരു ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മറ്റൊരു ആവരണമാണ് ശ്ലേഷ്മസ്തരം എന്ന് പറയുന്നത്. പാത്തോജൻസ് ട്രാപ്ഡ് ഇൻ ദ മ്യൂക്കസ് ഡിസ്ട്രോയ്ഡ്. ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ശരീരത്തിലേക്ക് കടന്നത് രോഗാണുക്കൾ ശ്ലേഷ്മത്തിൽപ്പെട്ട് നശിക്കുന്നു. ദ ഡിസ്ട്രോയിഡ് ജേംസ് ആർ എക്സ്പെൽഡ് ഔട്ട് ബൈ ദി സീലിയ സെൽസ് ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ. ഈ നശിപ്പിക്കപ്പെട്ടവയെ നമ്മുടെ ശ്ലേഷ്മസ്തരത്തിലെ സീലിയ കോശങ്ങൾ പുറന്തള്ളപ്പെടുന്നു. അപ്പം നമ്മുടെ സ്കിന്നിനകത്തായാലും ശ്ലേഷ്മസ്തരത്തിലും കുറേ ഉപകാരികളായ ബാക്ടീരിയകൾ കാണപ്പെടുന്നുണ്ട്. അപ്പം അവയുടെ സാന്നിധ്യം മൂലം രോഗാണുക്കൾ പലതും നശിച്ചു പോകാറുണ്ട്. Okay, the skin and mucous membrane acts as habitat for many useful bacteria which indirectly causes the destruction of germs. ജേംസിനെ നശിപ്പിക്കുന്നുണ്ട്. Then moving to the illustration. അതായത് നമ്മൾ ഈ ഒരു ഇല്ലസ്ട്രേഷൻ അതോട്ട് പോവുകയാണ്. ഷോയിങ് ബോഡി സെക്രീഷൻസ് ആൻഡ് ഡിഫൻസ് മെക്കാനിസം. നമ്മുടെ ശരീരത്തിനകത്ത് കാണപ്പെടുന്ന സ്രവങ്ങളും അതിൻ്റെ പ്രതിരോധവും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അത് സിമ്പിളാണ്. ഫസ്റ്റ് നോക്കുക, ഇയർ വാക്സ് ഉണ്ട്, അതായത് കർണമെഴുക്. ദെൻ ലൈസോസൈം ഇൻ ടിയേഴ്സ്, കണ്ണുനീരിലെ ലൈസോസൈം. മ്യൂക്കസ് ഇൻ നോസ്, മൂക്കിനകത്ത് ശ്ലേഷ്മമുണ്ട്. ലൈസോസൈം ഇൻ സലൈവ, ഉമിനീരിലെ ലൈസോസൈം. ശ്വസനനാളിയിലെ ശ്ലേഷ്മം, മ്യൂക്കസ് ഇൻ ട്രക്കിയ, ശ്വസനനാളിയിലെ ശ്ലേഷ്മം. HCl ഇൻ സ്റ്റൊമക്, ആമാശയത്തിലെ HCl. ദെൻ മ്യൂക്കസ് ഇൻ ഇൻറ്റസ്റ്റൈൻ, കുടലിലെ ശ്ലേഷ്മം. ലൈസോസൈം ഇൻ യൂറിൻ, മൂത്രത്തിലെ ലൈസോസൈം. അങ്ങനെ കുറേ ശരീരസ്രവങ്ങളും അവയുടെ പ്രതിരോധവുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഈ രോഗാണുക്കളെയൊക്കെ പ്രതിരോധിക്കാൻ ശരീരത്തിനകത്ത് തന്നെയുള്ള സ്രവങ്ങളുടെ ഡീറ്റെയിൽസാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ഒരു ബോക്സാണ്, അത് നമുക്ക് മനസ്സിലാവാം. ദെൻ മൂവിങ് ടു ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ദാറ്റ് ഈസ് the body fluids like blood and lymph play an important role in defense mechanism. നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട് കുറേ ശരീരദ്രവങ്ങളായ രക്തവും ലിംഫും ഒക്കെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ദീസ് ബോഡി ഫ്ലൂയിഡ്സ് follow different defense strategies like controlling the entry of germs into the body, neutralizing germs and the toxic substances they produce, preventing their multiplication, etc. നമ്മൾ ഈ രോഗാണുക്കളുടെ ശരീരത്തിനുള്ളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുക, അവയെയും ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളെയും നിർവീര്യമാക്കുക, അവയുടെ പെരുകൾ തടയുക തുടങ്ങി പ്രതിരോധ തന്ത്രങ്ങളാണ് ശരീരദ്രവങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പം ദ വൈറ്റ് ബ്ലഡ് സെൽസ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡിഫെൻസ്. നമ്മുടെ ശരീരത്തിനകത്ത് ശ്വേതരക്താണുക്കൾ രോഗപ്രതിരോധത്തിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം ഇനി രോഗപ്രതിരോധത്തിൽ ശ്വേതരക്താണുക്കളുടെ പങ്ക് നമുക്ക് നോക്കാം. ദ റോൾ ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻ ഡിഫെൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ തൊട്ട് താഴെ ഒരു ബോക്സായിട്ട് തന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് അതായത് ചിത്രവും പേരും അതിൻ്റെ ഡിഫൻസ് ആക്ഷനും അത് നമ്മളൊരു 5-6 പ്രാവശ്യം വായിക്കുമ്പോഴത്തേക്ക് അത് ക്ലിയറായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് വണ്ണം നോക്കിയേ, ന്യൂട്രോഫിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഡിഫൻസ് ആക്ഷൻ എന്തുവാണ്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കും. എൻഗൾസ് ബാക്ടീരിയ. അതുകൂടാതെ സിന്തസൈസസ് കെമിക്കൽസ് ദാറ്റ് ഡിസ്ട്രോയ് ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചിത്രവും തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ബേസോഫിലുണ്ട്. ബേസോഫിലിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ബേസോഫിൽ
ആക്ട് ചെയ്യുന്നത് വിച്ച് സ്റ്റിമുലേറ്റ്സ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ്, മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. പിന്നെ അത് കൂടാതെ ഡയലേറ്റ്സ് ദ ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകളെ ഇങ്ങനെ വികസിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് എന്തിനാണ് തൊട്ടടുത്ത പേജിൽ അതായത് അടുത്ത സെഷനിൽ നമ്മൾ നോക്കും. തൽക്കാലം ഇവയുടെ ധർമ്മം മാത്രം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ദെൻ ഈസ്നോഫിൽ എന്ന് വെച്ചാൽ സിന്തസൈസസ് ദ കെമിക്കൽസ് ദാറ്റ് ഡിസ്ട്രോയ് ഫോറിൻ ബോഡീസ്, അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. സിന്തസൈസസ് കെമിക്കൽസ് റിക്വയർഡ് ഫോർ ദി ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്, വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. വീങ്ങൽ പ്രതികരണം അത് നമ്മൾ തൊട്ടടുത്ത സെഷനിലോട്ട് പഠിക്കും. ദെൻ മൂവിങ് ടു ദ മോണോസൈറ്റ്, അത് എൻഗൾസ് ആൻഡ് ഡിസ്ട്രോയ് ജേംസ്, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ലിംഫോസൈറ്റ്, ഐഡൻറ്റിഫൈസ് ആൻഡ് ഡിസ്ട്രോയ് ജേംസ് സ്പെസിഫിക്കലി, നമ്മൾ കൃത്യമായി രോഗാണുക്കളെ തിരിച്ചറിഞ്ഞ ശേഷം നശിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പം നമ്മളിപ്പം നോക്കിയത് വൈറ്റ് ബ്ലഡ് സെൽസ്, ടൈപ്സ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അതിൽ ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇത് ഒരു 5 പ്രാവശ്യം വെച്ച് പറഞ്ഞ് എഴുതിയൊക്കെ പഠിക്കണം, കാരണം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. ഓക്കെ, ഇനി അത് ദെൻ വി ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ് ആക്ഷൻസ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ്. അപ്പോൾ ശ്വേതരക്താണുക്കളുടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ പറ്റിയാണ് നമ്മളിപ്പം മനസ്സിലാക്കിയത്. ഇനി ശരീരം സ്വീകരിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള പ്രതിരോധ തന്ത്രങ്ങൾ, ബോഡിയിൽ തന്നെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനൊരു 3-4 പ്രതിരോധ തന്ത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വീങ്ങൽ പ്രതികരണം, ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. സെക്കൻഡ് വൺസ് ഫാഗോസൈറ്റോസിസ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ബ്ലഡ് ക്ലോട്ടിംഗ്, രക്തം കട്ട പിടിക്കൽ. ആൻഡ് ഫോർത്ത് വൺ ഈസ് മുറിവ് ഉണങ്ങൽ, ഹീലിംഗ് ഓഫ് വൂൺസ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഫീവർ, പനി. ഇങ്ങനെ 5 തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസംസാണ് നമ്മുടെ ബോഡി സ്വീകരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, വീങ്ങൽ പ്രതികരണം. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരു ചിത്രം നമുക്ക് പാഠപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ തന്നിരിക്കുന്ന അനദർ സെഷൻ തിരിച്ച് തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് ആ ചിത്രം നോക്കാം. അതിൽ ഒന്നാമത് എഴുതിയിരിക്കുന്നത് ജേംസ് എൻ്റർ ത്രൂ വൂൺസ്, മുറിവ്. ഒരു മുറിവാണ് കാണിച്ചിരിക്കുന്നത്. ആ മുറിവിൽ കൂടി രോഗാണുക്കൾ പ്രവേശിക്കുന്നു. അപ്പോൾ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ആൻഡ് സെക്കൻഡ് വൺ ഈസ് കെമിക്കൽസ് ആർ പ്രൊഡ്യൂസ്ഡ്, രാസവസ്തുക്കൾ രൂപപ്പെടുന്നു. കേടുപറ്റിയ കോശങ്ങൾ, അപ്പോൾ രോഗം ഉണ്ടായില്ല, മുറിവുണ്ടായില്ലേ, അപ്പോൾ അവിടെ കോശങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. ആ കേടുപറ്റിയ കോശങ്ങളിൽ നിന്നും രാസവസ്തുക്കൾ, കെമിക്കൽസ് ആർ പ്രൊഡ്യൂസ്ഡ്, രാസവസ്തുക്കൾ രൂപപ്പെടുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുന്നതൊക്കെ, ബ്ലഡ് കാപ്പിലറീസ് ഡയലേറ്റ്, ഈ രാസവസ്തുക്കൾ, അവിടെ രാസവസ്തുക്കൾ രൂപപ്പെടുത്തില്ലേ, ആ രാസവസ്തുക്കൾ രക്തലോമികകളെ വികസിപ്പിക്കുന്നു. കാര്യം ഇങ്ങനെ വികസിച്ച് വരുമ്പം അവിടെ രക്തപ്രവാഹം കൂടും. നമ്മൾ പിന്നെ ഇവിടെ ബേസോഫിൽ പറഞ്ഞില്ലേ, ഇപ്പുറത്ത് ബേസോഫിൽ പറഞ്ഞപ്പോഴത്തേക്ക് മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു, ഡയലേറ്റ്സ് ദ ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നടക്കുന്ന നമ്മുടെ ശരീരത്തിന് മുറിവുണ്ടാകുമ്പം മുറിവിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നു, അവിടെ ഒരു രാസവസ്തുക്കൾ രൂപപ്പെടുന്നു. ദെൻ ഈ രാസവസ്തുക്കൾ നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിനെ ഡയലേറ്റ് ചെയ്യുന്നു, രക്തരോമികളെ വികസിപ്പിക്കുകയും തന്മൂലം രക്തപ്രവാഹം കൂടുകയും ചെയ്യുന്നു. ദെൻ ഫോർത്ത് എന്തെന്ന് നോക്കേ, വൈറ്റ് ബ്ലഡ് സെൽസ് റീച്ച് ദ വൂണ്ട് സൈറ്റ് ത്രൂ ദ വോൾസ് ഓഫ് ദ കാപ്പിലറീസ്. അതായത് വികസിച്ച ഭിത്തിയിൽ കൂടി, ഇവിടെ വികസിച്ചില്ലേ, ആ വികസിച്ച ഭിത്തിയിലൂടെ ശ്വേതരക്താണുക്കൾ ലോമികാ ഭിത്തിയിലൂടെ മുറിവേറ്റ ഭാഗത്തേക്ക് എത്തുന്നു. അതിനു മുമ്പ് നമ്മൾ ആ ഒന്നാമത്തെ പടത്തിനകത്ത് കാണാം ഒരു ചെറിയ മുറിവ്. അത് കഴിഞ്ഞ് ആ മൂന്നാമത് കാണിച്ചേക്കുന്ന പടം നോക്കിയേ, ആ ഭാഗത്ത് ചെറിയൊരു വീക്കം കാണുന്നുണ്ടോ, അതായത്
കുറച്ചൊന്ന് വലുതായിട്ടുണ്ട് അല്ലേ, ഈ ഭാഗം കുറച്ചൊന്ന് വലുതായിട്ടുണ്ട്. അപ്പം അതെന്ന് വെച്ചാൽ അതാണ് ഈ നമ്മൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറഞ്ഞ് വീങ്ങി തുടങ്ങുകയാണ്. അപ്പം നാലാമത്തെ നോക്കേ, വൈൽ ബ്ലഡ് സെൽസ് റീച്ച് ദ വൂണ്ട് സൈറ്റ് ത്രൂ ദ വോൾസ് ഓഫ് ദ കാപ്പിലറീസ്. വികസിച്ച ഭിത്തിയിൽ കൂടി ശ്വേതരക്താണുക്കൾ ഓമിക ഭിത്തിയിലൂടെ മുറിവേറ്റ ഭാഗത്തേക്ക് എത്തുന്നത് കൃത്യമായിട്ട് ആ ചിത്രത്തിനകത്ത് കാണാൻ സാധിക്കുന്നു. അടുത്ത സ്റ്റേജ് എന്തുവാ, ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ്സ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ജേംസ്. നമ്മളിവിടെ ന്യൂട്രോഫിൽ പറഞ്ഞല്ലോ അല്ലേ, ന്യൂട്രോഫിൽ എൻഗൾഫ് ബാക്ടീരിയ നമ്മളിപ്പുറത്ത് പറഞ്ഞു. ന്യൂട്രോഫില്ലുകളും ദെൻ മോണോസൈറ്റ്, ഇവിടെ മോണോസൈറ്റ് നമ്മൾ പറഞ്ഞല്ലോ എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ജേംസ്. ആ ന്യൂട്രോഫില്ലുകളും മോണോസൈറ്റുകളും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ്, അത് ഏത് തരത്തിലുള്ള മുറിവായാലും ഉണ്ടാകുമ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇത് 1, 2 ഇട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ ഈ ബോക്സിൽ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന റെസ്പോൺസസിനെ, അപ്പോൾ ഇതുപോലെ മുറിവോ ക്ഷതമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ഭാഗം ഇങ്ങനെ വീങ്ങും. അങ്ങനെ വീങ്ങുമ്പം ആ വീങ്ങുക എന്ന് പറഞ്ഞൊരു പ്രതിരോധ പ്രവർത്തനമാണ്. ആ പ്രതിരോധ പ്രവർത്തനത്തിനെയാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് അഥവാ വീങ്ങൽ പ്രതികരണം എന്ന് പറയുന്നത്. ഓക്കെ, then moving to the second defense mechanism, that is phagocytosis. The process of engulfing and destroying of germs. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോ മീൻസ് ടു എൻഗൾഫ്, അതായത് വിഴുങ്ങൽ. സൈറ്റ് മീൻസ് സെൽ, കോശങ്ങളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അതാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഫാഗോസൈറ്റസ് ശ്വേതരക്താണുക്കളായ മോണോസൈറ്റ്, ന്യൂട്രോഫിലും നമ്മൾ ഇവിടെ പറഞ്ഞായിരുന്നല്ലോ, ഈ ബോക്സിൽ പറഞ്ഞ മോണോസൈറ്റുകളും വൈറ്റ് ബ്ലഡ് സെൽസ് നെയിംലി മോണോസൈറ്റ്സ് ആൻഡ് ന്യൂട്രോഫിൽ. മോണോസൈറ്റുകളും ന്യൂട്രോഫില്ലുകളുമാണ് എന്തിനു സഹായിക്കുന്നത്, ഈ സെല്ലുകളെ അല്ലെങ്കിൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാൻ സഹായിക്കുന്നത്. അതെങ്ങനെയാണ് എന്ന് ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ വിവരിക്കുന്നുണ്ട്. ആദ്യമായി നമ്മുടെ ശരീരത്തിൽ ഒരു പാത്തോജൻ കയറുന്നു, അതായത് ഒരു രോഗാണു പ്രവേശിക്കുമ്പോൾ ആ രോഗാണു ഇങ്ങനെ വരുമ്പോൾ ആ രോഗാണു ഒരു സ്തരസഞ്ചി, രോഗാണുവിന് സമീപം ഫാഗോസൈറ്റ് എത്തുന്നു. ഒരു സ്തരസഞ്ചി എൻഗൾസ് പാത്തോജൻ മെംബ്രെയിൻ സാക്ക്, ഒരു സ്തരസഞ്ചിയുടെ ഉള്ളിലേക്ക് ആകുന്നു. അവിടെ ലൈസോസൈം ഉണ്ട്. ഈ സ്തരസഞ്ചികൾ ലൈസോസൈമുമായി ചേരുന്നു. മെംബ്രെയിൻ സാക്ക് കമ്പൈൻസ് വിത്ത് ലൈസോസൈം കമ്പൈൻസ് വിത്ത് മെംബ്രെയിൻ സാക്ക്, അത് ലൈസോസൈമുമായി ചേരുന്നു. Then the pathogens are degenerated and destroyed by the enzymes in lysozyme. ലൈസോസൈമിലുള്ള എൻസൈമുകൾ ഈ രോഗാണുക്കളെ ശിഥിലീകരിച്ച് ഇങ്ങനെ ഡയലേറ്റ് ചെയ്തങ്ങ് നശിപ്പിക്കുന്നു. അതിനുശേഷം ഈ അവശിഷ്ടങ്ങൾ ഫാഗോസൈറ്റിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു. സിമ്പിളായിട്ടുള്ളൊരു കാര്യം, ഒരു രോഗാണു ഇങ്ങനെ കയറുന്നു, അതിന് ഒരു സ്തരസഞ്ചി രൂപപ്പെടുന്ന ലൈസോസൈം സ്തരസഞ്ചികളുമായിട്ട് ചേരുന്ന് അവിടെ ശിഥിലീകരിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അവശിഷ്ടങ്ങൾ ഫാഗോസൈറ്റിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു. ഫാഗോസൈറ്റ് എക്സ്പെൽസ് ദ റെമിനൻറ്റ്സ്, അവശിഷ്ടങ്ങൾ ഇങ്ങനെ പുറന്തള്ളപ്പെടുന്നു. ഇത്രയും ആണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കൂടി നടക്കുന്നത്. ഓക്കെ, then moving to the blood clotting, രക്തം കട്ട പിടിക്കൽ എന്ന ഒരു പ്രതിരോധ സംവിധാനം. അപ്പം ഈ ബ്ലഡ് ക്ലോട്ടിങ് ഈസ് ഓൾസോ എ ഡിഫൻസ് മെക്കാനിസം. അതും ഒരു ഡിഫൻസ് മെക്കാനിസം തന്നെയാണ്. രക്തം നഷ്ടപ്പെടാതിരിക്കാനും മുറിവിൽ കൂടി രോഗാണുക്കൾ പ്രവേശിക്കുന്നത് തടയാനും ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് എവിടെയെങ്കിലും ഒരു മുറിവ് സംഭവിച്ചാൽ അതിൽ കൂടി ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ പോയി അവസാനം നമ്മൾ മരണം വരെ സംഭവിക്കുക. അപ്പോൾ ഇവിടെ ബ്ലഡ് ക്ലോട്ടായി കഴിഞ്ഞാൽ രക്തം വാർന്ന് പോകുന്നത് അല്ല നഷ്ടപ്പെടുന്നത് അവിടെ തടസ്സം നേരിടുന്നു അല്ലേ. ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ദ ബ്ലീഡിങ് ആൻഡ് ചെക്സ് ദ എൻട്രി ഓഫ് പാത്തോജൻസ് ത്രൂ വൂണ്ട്സ്. രക്തം നഷ്ടപ്പെടാതിരിക്കാനും മുറിവിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നത് തടയാനുമാണ് ഇത് സഹായിക്കുന്നത്. അപ്പം രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ്, പ്രോത്രോംബിൻ, കാൽസ്യം, വൈറ്റമിൻ കെ, ഫൈബ്രിനോജൻ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത് ഒരു ബോക്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രക്തം കട്ട പിടിക്കലിന് സഹായിക്കുന്ന അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയ, ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം മുറിവേറ്റ ഭാഗത്ത്
അവിടെ ഈ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശുദ്ധീകരിച്ച് ത്രോംബോപ്ലാസ്റ്റ് എന്ന രാസാഗ്നി ഉണ്ടാകും. നമ്മൾ തൊട്ട് മുകളിൽ ഫാഗോസൈറ്റോസിസ് പറഞ്ഞില്ലേ, അപ്പോൾ ശിഥിലീകരിക്കപ്പെടുമെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ സംഭവം. ടിഷ്യൂസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് അറ്റ് ദ സൈറ്റ് ഓഫ് വൂണ്ട്, അവിടെ മുറിവിൻ്റെ ഭാഗത്തുണ്ടായവ ഡീജനറേറ്റ് ഫോം ദ എൻസൈം കാൾഡ് ത്രോംബോപ്ലാസ്റ്റിൻ. മുറിവേറ്റ ഭാഗത്ത് കലകളും പ്ലേറ്റ്ലെറ്റുകളും ശുദ്ധീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. ഇനി അതിനുശേഷം എന്തോ സംഭവിക്കുന്നു നോക്കിയേ. പ്ലാസ്മയിലെ പ്രോത്രോംബിൻ ഇൻ പ്ലാസ്മ വിച്ച് ഫോംസ് ത്രോംബിൻ. പ്ലാസ്മയിലെ ത്രോംബിനായി മാറുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ത്രോംബോപ്ലാസ്റ്റിൻ. പ്ലാസ്മയിലെ ത്രോംബോപ്ലാസ്റ്റിൻ ത്രോംബിനാക്കി മാറുന്നു. ആ ബോക്സ് നോക്കി തന്നെ ഇത് കേട്ട് പഠിക്കണം, കാരണം ആകെ കൺഫ്യൂഷനാവും നിങ്ങളെ സംബന്ധിച്ച്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്നും ത്രോംബിനും എന്നൊക്കെ പറഞ്ഞ പുതിയ പുതിയ വാക്കുകളായിരിക്കും. പക്ഷേ 2-3 പ്രാവശ്യം, 5 പ്രാവശ്യം മിനിമം റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബോപ്ലാസ്റ്റിൻ ത്രോംബിനാക്കി മാറ്റുന്നു. അതിനോടൊപ്പം ഈ കാൽസ്യവും വൈറ്റമിൻ കെയും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ ത്രോംബിനടുത്ത് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ ശരീരത്തിലെ ഫൈബ്രിനോജനെ ഫൈബേഴ്സാക്കി മാറ്റുന്നു, ഫൈബ്രിൻ നാരുകളാക്കി മാറ്റുന്നു. ആരാ മാറ്റുന്ന? ത്രോംബിൻ. തൊട്ട് മുകളിലുണ്ടായ ത്രോംബിൻ നമ്മുടെ ഫൈബ്രിൻ ഫൈബേഴ്സാക്കി മാറ്റുന്നു. ഈ ഫൈബേഴ്സ് എന്തോന്നറിയാം ചെയ്യുന്നത്? ഫൈബ്രിൻ നാരുകളെല്ലാം കൂടെ ചേർന്ന് രൂപപ്പെടും, ഒരു വല കണക്ക് രൂപപ്പെടും. ഈ വലക്കണ്ണികൾ നമ്മുടെ RBC അരുണരക്താണുക്കളും പ്ലേറ്റ്ലെറ്റിലും ഒക്കെ ഇങ്ങനെ തങ്ങി ഒഴുകി വരുന്നത് ഇങ്ങനെ തങ്ങി നിൽക്കും. ആ നാരിനകത്ത് തങ്ങി നിൽക്കുകയും അവിടെ ഇങ്ങനെ രക്തം കട്ടയായി മാറുകയും ചെയ്യുന്നു. ദ റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ഗെറ്റ് എൻറ്റാങ്കിൾഡ് ഇൻ ദ നെറ്റ്വർക്ക് ഓഫ് ഫൈബ്രിൻ ഫൈബേഴ്സ് ടു ഫോം ദ ബ്ലഡ് ക്ലോട്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ഇങ്ങനെ കട്ടിയാവുന്നു. അപ്പം നിങ്ങൾ ഇനി നോക്കിയാൽ മതി, എവിടെയെങ്കിലും ഇങ്ങനെ മുറിവുണ്ടായി കുറേ ബ്ലഡൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോയി കഴിയുമ്പം ഇതിങ്ങനെ ഒരുമാതിരി ഒരു വഴുവഴുപ്പ്, ഒരു വല കണക്കിങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, ഉറപ്പായിട്ടും അറിയാൻ പറ്റും. ഇനി എവിടെയെങ്കിലും ഇങ്ങനെ മുറിവോ അങ്ങനെ കാണേണ്ട സാഹചര്യം വരണമെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ രക്തം ഇങ്ങനെ നഷ്ടപ്പെടാതിരിക്കാനും പിന്നെ ഈ മുറിവിലൂടെയുള്ള രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ഒക്കെയാണ് രക്തം കട്ട പിടിക്കൽ സഹായിക്കുന്നത്, നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ മുറിവേറ്റ ഭാഗത്ത് അല്ലെങ്കിൽ രക്തം കട്ട പിടിച്ച് തുടങ്ങത്തില്ലേ, അപ്പോൾ ഈ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ഈ പ്രവർത്തനം അങ്ങ് സ്ലോ ഡൗൺ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വെള്ളം വീഴ്ത്തേണ്ട ആവശ്യമില്ല, അത് കട്ട പിടിച്ച് ആ പ്രോസസ്സ് അങ്ങ് കറക്റ്റായിട്ട് അങ്ങ് നടന്നോളും. ഓക്കെ, ബ്ലഡ് ക്ലോട്ടിങ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ബ്ലീഡിങ് ആൻഡ് ചെക്സ് ദ എൻട്രി ഓഫ് പാത്തജൻസ് ത്രൂ വൂൺസ്. രക്തത്തിൽ കൂടി ഇങ്ങനെ അല്ലെങ്കിൽ ആ മുറിവിൽ കൂടി രോഗാണുക്കൾ എൻ്റർ ചെയ്യാതിരിക്കാനും രക്തം വാർന്ന് നഷ്ടപ്പെടാതിരിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു. ആസ് ബ്ലഡ് ക്ലോട്ട്സ് ദ പ്രോസസ് ഓഫ് ഹീലിംഗ് ഓഫ് വൂണ്ട് ഓൾസോ ബിഗിൻസ്. നമ്മൾ രക്തം കട്ട പിടിക്കുന്നതോടുകൂടി അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് മുറിവ് ഉണങ്ങി തുടങ്ങുക, ആ ഒരു സ്റ്റേജാണ്. അപ്പം മൂവിങ് ടു ഹീലിംഗ് ഓഫ് വൂണ്ട്സ്, മുറിവ് ഉണങ്ങുക എന്ന പ്രവർത്തനം എന്തുവാന്ന് നോക്കാം. അപ്പം ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ മുറിവ് ഉണങ്ങലിൻ്റെ ഒരു അവസാന ഘട്ടം തന്നെയാണ്. ഇറ്റ് ഈസ് എ സ്റ്റേജ് ആഫ്റ്റർ ദ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ആൻഡ് ബ്ലഡ് ക്ലോട്ടിങ്. വീങ്ങൽ പ്രതികരണത്തിന് ശേഷം വീങ്ങൽ പ്രതികരണത്തിനും പിന്നെ രക്തം കട്ട പിടിക്കുന്നതിന് ശേഷമുള്ള പ്രക്രിയയാണ് മുറിവ് ഉണങ്ങൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുറിവ് ഉണങ്ങുന്ന സമയത്ത് നശിച്ച കലകൾക്ക് പകരം പുതിയ അതേ തരത്തിലുള്ള കലകൾ തന്നെ ഉണ്ടാകും. വെൻ എ വൂണ്ട് ഒക്കേഴ്സ് ന്യൂ സിമിലർ ടിഷ്യൂസ് ആർ ഫോംഡ് ഇൻ പ്ലേസ് ഓഫ് ദ ടിഷ്യൂസ് ഡാമേജ്ഡ് ഓർ ലോസ്റ്റ് ബൈ ദ വൂണ്ട്. ഒരു സ്ഥലത്ത് മുറിവുണ്ടാകുമ്പം അവിടെ നിന്ന് ചെറിയ നാശം സംഭവിക്കത്തില്ലേ കലകൾക്ക്, അപ്പം അതിന് പകരം പുതിയ കലകൾ ഉണ്ടാകും. പക്ഷേ ഈ നഷ്ടപ്പെട്ട കലകളുടെ സ്ഥാനത്ത് അതേ തരത്തിലുള്ള തന്നെ കലകൾ ഉണ്ടാകുന്നത് കൊണ്ട് അവിടെ മുറിവടയാളം ഉണ്ടാകത്തില്ല. ദ വൂണ്ട് സ്കാർ ഡസ് നോട്ട് റിമെയിൻ വെൻ ഹീലിംഗ് ഒക്കേഴ്സ് വിത്ത് സിമിലർ ഫോം ഓഫ് ടിഷ്യൂസ്. അതുപോലെ തന്നെയുള്ള കലകൾ ഉണ്ടാകുന്നതുകൊണ്ട് അവിടെ എന്തുണ്ടാകത്തില്ല? മുറിവിൻ്റെ അടയാളം ഉണ്ടാകത്തില്ല. എന്നാൽ ബട്ട് ഇൻ കേസ് വെൻ ന്യൂ സിമിലർ ടിഷ്യൂസ് കനോട്ട് ബി ഫോംഡ്, അതുപോലുള്ള ടിഷ്യൂസ് തന്നെ ഉണ്ടാകത്തില്ല.
ദ കണക്റ്റീവ് ടിഷ്യൂ ഹീൽസ് ദ വൂണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ ആയിരിക്കും അവിടെ ഈ മുറിവുണങ്ങാൻ സഹായിക്കുന്നത്. യോജക കലകൾ മുറിവുണങ്ങാൻ സഹായിക്കുകയാണെങ്കിൽ ആ സ്ഥാനത്ത് റിസൾട്ടിങ് എ സ്കാർ, എന്താണ്, മുറിവ് ഉണ്ടായ ആ പാടിങ്ങനെ അവശേഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചില സ്ഥാനത്ത് നിങ്ങൾക്കൊക്കെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. മുറിവുണ്ടായത് പാടുണ്ടായിരിക്കും, പാടില്ലാത്തതൊക്കെ കാണും. അപ്പം അതിൻ്റെ കാരണം എന്തോന്ന് മനസ്സിലായോ? അപ്പം അതേ തരത്തിലുള്ള കലകൾ തന്നെയാണ് ഉണ്ടാകുന്നതെങ്കിൽ, അല്ല അവിടെ ഹീൽ ചെയ്യുന്നതെങ്കിൽ അവിടെ പാട് അവശേഷിക്കുന്നില്ല. എന്നാൽ പകരം യോജക കലകളാണ് അവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ മുറിവടയാളം അവശേഷിക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇൻഫെക്ഷൻ ത്രൂ ദ വൂണ്ട് ടു സ്ലോ ഡൗൺ ദ ഹീലിംഗ് പ്രോസസ്സ്. അപ്പം ഇൻഫെക്ഷനൊക്കെ, ഈ പഴുപ്പൊക്കെ ഉണ്ടാവത്തില്ലേ, അതാണ് ഇൻഫെക്ഷൻ. ആ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് അങ്ങ് സ്ലോ ഡൗൺ ആവും. മുറിവിലൂടെ അണുബാധ ഉണ്ടാകും. മുറിവുണങ്ങൽ എന്ന് പറയുന്ന പ്രോസസ്സ് സാവധാനമാവും. എ സ്ട്രോങ് ഡിഫൻസ് സിസ്റ്റം ആക്സിലറേറ്റ്സ് ദ പ്രോസസ് ഓഫ് വൂണ്ട് ഹീലിംഗ് ആൻഡ് റെഡ്യൂസസ് ദ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ. ശക്തമായ രോഗപ്രതിരോധ സംവിധാനം മുറിവുണങ്ങൽ വേഗത്തിലാക്കുകയും രോഗാണുബാധ്യതയുടെ സാധ്യത കുറയ്ക്കുന്നു. അപ്പം നമ്മൾ എപ്പോഴും മുറിവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് അണുബാധ, പൊടിപടലങ്ങളൊന്നും കയറാതെ, ഇൻഫെക്ഷനൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചാൽ പെട്ടെന്ന് തന്നെ ഈ മുറിവ് ഉണങ്ങുന്നു. ഓക്കെ, ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. നെക്സ്റ്റ് ഡിഫൻസ് മെക്കാനിസം ദാറ്റ് ഈസ് ഫീവർ. നമ്മുടെ ശരീര താപനില സാധാരണ നിലയിലും ഉയരുന്നതിനെയാണ് നമ്മൾ പനി എന്ന് പറയുന്നത്. സാധാരണ താപനില എന്ന് പറഞ്ഞാൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ ഫാരൻഹീറ്റിൽ പറയുകയാണെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയും. അപ്പം ഒരു സാധാരണ വ്യക്തിയുടെ, അല്ലെങ്കിൽ നോർമലായൊരു വ്യക്തിയുടെ ശരീര താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം അതിലും കൂടുതൽ ഉയരുന്നതാണ് പനി എന്ന് പറയുന്നത്. ഫീവർ ഈസ് എ കണ്ടീഷൻ വെൻ ദ ബോഡി ടെമ്പറേച്ചർ റൈസസ് എബോവ് ദി നോർമൽ ലെവൽ. പിന്നെ പനി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനം മാത്രമാണ്. ഫീവർ ഈസ് നോട്ട് എ ഡിഫൻസ് ബട്ട് എ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസം, ഒരു പ്രതിരോധ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ പനി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ 2 പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ആദ്യം, ഫീവർ റെഡ്യൂസസ് ദ റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തോജൻസ് ആൻഡ് ഓൾസോ ഇൻക്രീസസ് ദ എഫക്റ്റ് ഓഫ് ഫാഗോസൈറ്റോസിസ്. രോഗാണുക്കൾ പെരുകുന്നത് കുറയും. പനി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് രോഗാണുക്കൾ പെരുകുന്നത് കുറയുകയും അതുപോലെ ഫാഗോസൈറ്റോസിസിൻ്റെ ഫലപ്രാപ്തി കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഫാഗോസൈറ്റോസിസ് നമ്മൾ നേരത്തെ പറഞ്ഞു, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം. അപ്പം കയറിയ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയും ചെയ്യും. അതുകൂടാതെ ഈ രോഗാണുക്കൾ കയറുന്നതിന് തടയുകയും ചെയ്യും. അതാണ് ഫീവർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ദാറ്റ് ഈസ് നോട്ട് എ ഡിസീസ്, ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓർ എ സിംറ്റം. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ആ ബോക്സിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആദ്യം പാത്തോജൻസ് എൻ്റർ ദ ബോഡി. രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ദെൻ ദ പ്രസൻസ് ഓഫ് ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാത്തോജൻ സ്റ്റിമുലേറ്റ്സ് ദ വൈറ്റ് ബ്ലഡ് സെൽസ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ പ്രതിരോധം, ശരീരത്തിൻ്റെ കാവലാൾ വൈറ്റ് ബ്ലഡ് സെൽസ് ആണല്ലേ. അപ്പം ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് അവ കുറച്ച് വിഷവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കും. ആ വിഷവസ്തുക്കളുടെ സാന്നിധ്യം ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കും. പിന്നെ എന്താ സംഭവിക്കുക? ദ കെമിക്കൽ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈറ്റ് ബ്ലഡ് സെൽസ് റേസസ് ദ ബോഡി ടെമ്പറേച്ചർ. ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ, രക്താണുക്കൾ കുറച്ച് രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ അത് നമ്മുടെ ശരീര താപനില ഉയരാൻ കാരണമാകുന്നു. അപ്പം ആ അവസ്ഥയാണ് നമ്മൾ പനി. അപ്പോൾ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ അങ്ങ് കൂടും. ദ റേസ് ഇൻ ബോഡി ടെമ്പറേച്ചർ റെഡ്യൂസസ്. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കും? വിച്ച് റെഡ്യൂസസ് ദ റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തോജൻസ്. രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയും. കൂടാതെ വിച്ച് ഇൻക്രീസസ് ദ എഫക്റ്റ് ഓഫ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസിൻ്റെ ഫലപ്രാപ്തി കൂടുന്നു. ഫാഗോസൈറ്റോസിസ് കൂടുകയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്യൂർ ഉണ്ടാവും അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ എൻട്രായ രോഗാണുക്കൾ നശിക്കുകയും ചെയ്യും. ഇനി ഈ പനി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനം തന്നെയാണ് നമ്മൾ ഇപ്പം പറഞ്ഞു. അപ്പം പനി വരുമ്പോൾ മരുന്ന് കഴിക്കണോ?
കഴിക്കണം. അപ്പോൾ അത് കഴിക്കണം എന്ന് പറയുന്നത്, അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിനകത്ത് രോഗാണുക്കൾ കടക്കുമ്പം ഈ രോഗാണുക്കൾ കയറുന്നത് നിയന്ത്രണാതീതമാകുന്ന സാഹചര്യം, ഒരുപാടാകുന്ന സാഹചര്യങ്ങളിൽ താപനില ഒരുപാടങ്ങ് ഉയരും. ബോഡി നന്നായിട്ട് താപനില അങ്ങ് കൂട്ടും. അപ്പം നമ്മുടെ താൽക്കാലിക ആശ്വാസത്തിനായിട്ട് തൽക്കാലം ഒന്ന് ആ താപനില കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് മരുന്നൊക്കെ കഴിക്കാം. പക്ഷേ അതും ഡോക്ടറുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അഭിപ്രായത്തോടു കൂടി മാത്രമേ അത് ചെയ്യാവൂ. പക്ഷേ ഈ ഏത് തരത്തിലുള്ള രോഗാണുക്കളാണ് നമ്മുടെ ശരീരത്തിൽ കയറിയതെന്ന് കണ്ടുപിടിച്ച്, അതായത് പനിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് വേണ്ടത്. അഡ്വൈസബിൾ ടു ട്രീറ്റ് ആഫ്റ്റർ ഡയഗ്നോസിങ് ദ എക്സാക്റ്റ് റീസൺ കണ്ടുപിടിച്ച് ചികിത്സിക്കണം. അപ്പോൾ ഒരുപാട് നേരം നമ്മുടെ ശരീരത്തിനകത്ത് താപനില ഉയർന്നു നിൽക്കുന്നത് മസ്തിഷ്കം ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു. ഒരുപാട് നേരം വിച്ച് ടെമ്പറേച്ചർ പെർസിസ്റ്റ് ഫോർ എ ലോങ് ടൈം ഇറ്റ് മേ ബാഡ്ലി അഫക്റ്റ് ദ ഇൻറ്റേർണൽ ഓർഗൻസ് ഇൻക്ലൂഡിങ് ദ ബ്രെയിനകത്തൊക്കെ ഒരുപാട് തകരാറൊക്കെ സംഭവിക്കും. ഹെൻസ് ഈ ഫീവർ ഇൻക്രീസസ് ഇറ്റ് ഈസ് നെസറി ടു സീക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ്ലി. അപ്പം ഇതുപോലെ പനിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മൾ വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രോഗാണു പ്രവേശനം തടയാനും അവയെ നശിപ്പിക്കാനും സഹായിക്കുന്ന ചില സംവിധാനം, അതായത് നമ്മുടെ ബോഡിക്കകത്തുള്ള ഡിസ്ട്രോയ് ദ എൻട്രി ഓഫ് ജേംസ്, അതിൻ്റെ മെക്കാനിസംസ് ആണ് നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയത്. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് കൂടെ വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊട്ട് താഴെ ചോദിച്ചാൽ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.